നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ കലുഷിതമായ ഡൽഹിയിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ച പോലീസ്. കൊണാട്ട് പ്ലേസ് ഡൽഹി പോലീസ് വളഞ്ഞു. വീണ്ടും സംഘർഷാവസ്ഥ തുടരാൻ സാധ്യത. പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് നേതാക്കളോട് നരനായാട്ട് നടത്തി ഡൽഹി പോലീസ്. രാഹുൽ ഗാന്ധിയെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന്റെ മൂക്കിന് പരിക്കേറ്റു. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണ് വാനിൽ കയറ്റിയത്. 3 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷം ഇരുവരെയും വിട്ടയച്ചു. പ്രതിഷേധക്കാരെ അവഗണിക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു. This is a fundamental right, and no government has the right to suppress that right. This is a democracy. This is a democracy which belongs to the people. It belongs to the youth. Parliament belongs to the youth. We are elected by them. And we cannot continue like this without a discussion. We cannot continue without change. We cannot continue ignoring them. And certainly, it is unacceptable that they should be beaten in the way they were beaten yesterday. It is unacceptable. And we do not accept it. We will fight for them. We will fight with them. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്, ഈ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കുറച്ചു കാലമായി അവിടെ സമരം ചെയ്യുന്നു. അതിനൊപ്പമാണ് ഇന്ന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനടക്കം പരിക്ക് സംഭവിക്കുന്നു. സമാനതകളില്ലാത്ത നരനായാട്ട് പ്രതിപക്ഷത്തിനെതിരെയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കെതിരെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള നരനായാട്ട് പോലീസിൽ നിന്നും നേരിടേണ്ടി വരുന്നു. ഇപ്പോഴും പ്രദേശത്ത് സംഘർഷം തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വളരെ വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ ജന്തർ മന്ദിറിൽ, അതായത് CJP പ്രവർത്തകർ 5000-ഓളം CJP പ്രവർത്തകർ ജന്തർ മന്ദിർ നിറഞ്ഞു കഴിഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിട്ട് കഴിഞ്ഞു. ചെടിച്ചട്ടികളും മറ്റുമൊക്കെ തന്നെ തകർത്തു കഴിഞ്ഞു. ആ ബാരിക്കേഡുകൾ നിറഞ്ഞ കൊണോട്ട് പ്ലേസിലേക്ക് പാറ്റകൾ, അതായത് CJP പ്രവർത്തകർ കൊണോട്ട് പ്ലേസ് മുഴുവൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കൊണോട്ട് പ്ലേസ് വളഞ്ഞിരിക്കുന്നു. വല്ല സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ജന്തർ മന്ദിറുള്ള മാത്രമാണ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസ് വളരെ ശക്തമായ നടപടികളുമായിട്ട് കൊണോട്ട് പ്ലേസ് മറിഞ്ഞിരിക്കുന്നു. അത് അവിടെ എന്ത് സംഭവം ഉണ്ടായാലും അക്കാര്യങ്ങൾ ആ തരത്തിലുള്ള ഉത്തരവാദിത്തം അഭിജിത്ത് ദീപക്കൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ജന്തർ മന്ദിറിൽ പാറ്റകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. 5000-ഓളം പാറ്റകൾ ജന്തർ മന്ദിറിൽ എത്തിയിട്ടുണ്ട്. അത് നിറഞ്ഞ് കവിഞ്ഞ് കനോട്ട് പ്ലേസിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ യുവാക്കളും വിദ്യാർത്ഥികളും എത്തുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ നടന്ന ലാത്തി ചാർജിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് വ്യാപകമായി പ്രചരണം നടത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒഴുക്ക് ജന്തർ മന്ദിറിലേക്ക്, സമരസ്ഥലത്തിലേക്ക് വന്നിരിക്കുന്നത്. വളരെ സ്ഫോടനമായ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു വാർത്തയില്ലെന്നും വ്യാജ വാർത്തയാണെന്നും ഡൽഹി പോലീസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ യുവാക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സ്ട്രീറ്റ്, അതുപോലെ ജനപഥ്, അതുപോലെ തന്നെ പഞ്ചിക്കൻ മാർഗ് തുടങ്ങിയ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ മിന്റോ റോഡ്, ഈ തുടങ്ങിയ കൊണോട്ട് പ്ലേസിൽ വരുന്ന എല്ലാ മേഖലകളും പോലീസ് കവർ ചെയ്തിരിക്കുകയാണ്. അഭിജിത്ത് ദീപ്കയോട് വ്യക്തമായി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എന്ത് പ്രശ്നമുണ്ട് താങ്കളാണ് ഉത്തരവാദി. ആ സമയത്താണ് ഇത്തരമൊരു കാര്യവുമായിട്ട്, അല്ലെങ്കിൽ ട്വീറ്റുമായിട്ട് അഭിജിത്ത് ദീപ്കെ രംഗത്ത് വന്നത്. കൊണോട്ട് പ്ലേസിലെ പുറത്തു നടക്കുന്ന അക്രമ സംഘങ്ങൾ തനിക്ക് ഉത്തരവാദിത്തമില്ല, അത് CJP പ്രവർത്തകരോട് താൻ ഇത്തരമൊരു ആഹ്വാനം നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൊണോട്ട് പ്ലേസിലെ സ്ഥിതികൾ സ്ഫോടനാത്മകപരമാണ്. അത് ഇത്തരത്തിലേക്ക് പോകുമെന്നുള്ള ഇപ്പൊ 11 മണിയായി മെട്രോ സ്റ്റേഷനുകൾ മുഴുവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബസ്സുകളെ സംബന്ധിച്ചോളം പോലീസ് നിരവധി ബസ്സുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും കനോട്ട് പ്ലേസ് അല്ലെങ്കിൽ അതിന് പരിസരവും ജന്തർ പരിസരവും വളരെ സംഘർഷാവസ്ഥ തന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം അത് കോൺഗ്രസ് CJPയുടെ പക്ഷവുമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിൻ്റെതല്ല, CJP പ്രവർത്തകരാണ്, CJP യുവാക്കളാണ് ഇപ്പോൾ ജന്തർ മന്ദിർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്.
ശരി, ശരത്ലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതീവ സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് ശരത്ലാൽ നൽകുന്നത്. അതീവ സുരക്ഷ, ഡൽഹി പോലീസ് ഇപ്പോൾ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൊണാട്ട് പ്ലേസ് ഡൽഹി പോലീസ് വളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ശരത്ലാൽ നൽകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ശരത്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം 11 അതായത് 12 മണിയോട് അടുക്കുകയാണ്. എന്നിട്ടും ആവേശം ഒട്ടും ചോരാതെ അവിടെ സമരം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മണിക്കൂറുകൾക്ക് മുൻപ് ഏകദേശം 9:00 കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ എല്ലാം വിട്ടയക്കുന്നത് ഏകദേശം 9:30 മണിയോട് കൂടിയാണ്. പക്ഷേ ആവേശത്തിന്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. BJP ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ ഒരു നേതാക്കളും ഇതിനോട്, ഭരണപക്ഷത്തുള്ള ഒരു നേതാക്കളും ഇതിനോടൊരു ആശങ്ക രേഖപ്പെടുത്തുകയോ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഡൽഹി പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കുമല്ലോ ഡൽഹി പോലീസ് ഇപ്പോൾ അവിടെ വളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡൽഹി പോലീസ് നൽകുന്ന വിവരം എന്താണ്? അതായത് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, അതായത് സംഘർഷം ഇനി വർദ്ധിക്കാനുള്ള സാഹചര്യം എന്നുള്ള ഏതെങ്കിലും വിവരങ്ങൾ ഡൽഹി പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ഡൽഹി പോലീസ് സംബന്ധിച്ചോളം ഡൽഹി പോലീസ് ഈ രാത്രിയിൽ, കാരണം മാധ്യമങ്ങളെ ഒന്നും കടത്തിവിടുന്നില്ല. മാധ്യമങ്ങളെ യാതൊരുവിധ തരത്തിലുള്ള, അതായത് നമുക്ക് ലഭിക്കാവുന്ന വിശ്വസ്തമായ ഒരു ഏജൻസികളെയും ആ പ്രദേശത്തെ കടത്തിവിടില്ല. മാധ്യമപ്രവർത്തകരെ നമ്മളിപ്പോൾ നമ്മൾ പാർലമെന്റ് സ്ട്രീറ്റിലാണുള്ളത്, അവിടുന്ന് അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അത്തരം രീതിയിൽ മാധ്യമങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇനി ഈ CJP പ്രവർത്തകരുടെ കയ്യിലുള്ള മൊബൈലിലെ വിഷ്വൽസ് മാത്രമാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക. ഏതായാലും വളരെ ഇപ്പോൾ തന്നെ നമുക്ക് പാർലമെന്റിലെ 3 കവാടങ്ങളിലും ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നു. പ്രധാനമായും പാർലമെന്റിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തരത്തിൽ വളരെ വലിയ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ഭയത്തിലേക്കാണ് ഡൽഹി പോലീസ്. അതിന് കൂടുതൽ കേന്ദ്രസേനകളെ വരുത്തുന്നു. ഹൈ അലർട്ട് പ്രഖ്യാപിക്കുന്നു. 2 പേർ കൗടി നടന്നാൽ അവരെ പോലീസ് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഡൽഹി പ്രസ് ക്ലബിന് മുമ്പിലും അതേപോലെ തന്നെ INS, നമ്മുടെ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന INS ചെയ്യുന്ന റാഫി മാർഗിന് മുമ്പിലും ഒക്കെ തന്നെ കനത്ത പോലീസ് ബാരിക്കേഡാണ്. അതുപോലെ തന്നെ കേന്ദ്ര സേനയെ നിയോഗിച്ചിട്ടുണ്ട്. പാർലമെന്റിന് ചുറ്റും സുരക്ഷ ശക്തമാക്കുകയും അതേസമയം തന്നെ കൊണോട്ട് പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിലേക്ക്, അതായത് പാർട്ടികൾ വരാത്ത രീതിയിലേക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഇപ്പോൾ തന്നെ റോഡുകളിലേക്ക്, അതായത് നമുക്ക് മുമ്പിലുണ്ട്. DCP അടക്കമുള്ള, അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഡൽഹി പോലീസ് സംഘം റോന്തു ചുറ്റുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാലും വളരെ വലിയ സംഘർഷാവസ്ഥ നിൽക്കുന്നു. ഇതിൽ വിദ്യാർത്ഥികളും അവർ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പരിക്കും മറ്റേ പ്രശ്നങ്ങളിലേക്ക് പോകും. എന്താണ് പോലീസ് ഇവരെ സമാധാനിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. ഏതായാലും അതിന് ദീപക്കയുടെ സഹായവും ഡൽഹി പോലീസ് ചാടിയിട്ടുണ്ട്. എന്നാൽ ഈ തരത്തിലുള്ള വല്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിന്നെ തങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണ കൂടിയുണ്ട് എന്നറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഒഴുകുകയാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതിൽ വ്യക്തതയില്ല. ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെയും BJPയുടെ നാടകമാണ് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സമരം നാടകമാണ്, BJPയുമായിട്ട് CJPയുടെ സമരം പൊളിക്കാനുള്ള നാടകമാണ് എന്നാണ് ആം ആദ്മി പാർട്ടി ജനറൽ സെക്രട്ടറി സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ അതീവ സംഘർഷാവസ്ഥയിലേക്ക്, അത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കൊണോട്ട് പ്ലേസ്. ആ കൊണോട്ട് പ്ലേസും പരിസരവും ചന്ദ്രമാർ പരിസരവും അതീവ സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് ശരത്ലാലാണ് അവിടുത്തെ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസ് വളഞ്ഞിരിക്കുന്നു. നിരന്തരം പ്രതിഷേധക്കാർ അങ്ങോട്ട് എത്തുന്നു എന്നുള്ള വിവരമാണ് ശരത്ലാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിവരം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി കുട്ടികളെ രാഷ്ട്രീയ ഉപകരണങ്ങളാക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ളത്. പാർലമെന്റിന്റെ വർഷകാലം സമ്മേളനം തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നുള്ളൊരു വിമർശനമാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നയിക്കുന്നത്.